പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചില്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിളിച്ചില്ല, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ വിളിച്ചില്ല, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിളിച്ചില്ല, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ വിളിച്ചില്ല, ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞ് മോദിയും കൂട്ടരും തള്ളുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയെയും വിളിച്ചില്ല. മറിച്ച് അന്താരാഷ്ട്ര മാധ്യമ ലോകം കോവിഡ് വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചത് കേരളത്തിന്റെ ടീച്ചർ അമ്മയെയാണ്. കേരളത്തിന്റെ ടീച്ചർ അമ്മയെയാണ് BBC 5 മിനിറ്റ് സമയം ലൈവ് ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. അതെ, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ, തന്റേടിയായ ആത്മധൈര്യമുള്ള KK ശൈലജ ടീച്ചറിനെയാണ് BBC ചർച്ചയ്ക്ക് വിളിച്ചത്. അതെ, 5 മിനിറ്റാണ് എങ്കിൽ പോലും 5 മിനിറ്റ് പൊന്നിൻ തിളക്കമുള്ള വർണ്ണമുള്ള 5 മിനിറ്റ് തന്നെയാണ് മലയാളികൾക്ക്. അന്താരാഷ്ട്ര മാധ്യമ ഭീമൻ 5 മിനിറ്റ് കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിന്റെ അധികാരികളുടെ കൃത്യമായ കോവിഡ് കാലത്തെ ഇടപെടലുകളെ കൊണ്ട് തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി പറയുന്നു. ഇതാണ് കേരളം. ഓരോ മലയാളിക്കും അഭിമാനത്തോടു കൂടി നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് പറയാം മലയാളിയാണ് എന്ന്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരെയോ മുഖ്യമന്ത്രിമാരെയോ വിളിക്കാത്തത് കേരളത്തിന്റെ ആർജവമുള്ള നിലപാട് അവർക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ്. COVID-19 കാലഘട്ടത്തിൽ കേരളം മുന്നോട്ട് പോയ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ, ആ രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ലോകത്ത് തന്നെ ഉണ്ടാകുമെന്ന് തോന്നിയ BBC കേരളത്തെ കുറിച്ച് പഠിച്ചു. COVID-19 കാലഘട്ടത്തിൽ കേരളം എടുത്തിട്ടുള്ള നിലപാടുകളെ കുറിച്ച് പഠിച്ചു. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചു. മന്ത്രിമാർ ഏത് രീതിയിലാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതെന്ന് പഠിച്ചു. കേരളത്തിലെ ജനങ്ങളെ ഏത് രീതിയിലാണ് നിയന്ത്രിച്ചത് എന്നുള്ളത് കേരളത്തിൽ നിന്ന് തന്നെ അന്താരാഷ്ട്ര ലോകം പഠിക്കുന്നതിന്റെ സൂചന തന്നെയാണ് BBC എന്ന അന്താരാഷ്ട്ര ലോക മാധ്യമ ഭീമന്മാർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോട് കേരളത്തിന്റെ ഈ ഒരു നിയന്ത്രണം അഥവാ കേരളത്തിന്റെ ഒരു മുന്നോട്ട് പോക്കിനെ കുറിച്ച് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോട് തന്നെ COVID-19 നിങ്ങൾ എങ്ങനെ പ്രതിരോധിച്ചതെന്ന് ചോദിച്ചത്, അല്ലാതെ മറ്റുള്ളവരോട് ചോദിച്ചില്ല. സംഘിപ്പാളയത്തിലെ മുഖ്യമന്ത്രിമാരോട് ആരോഗ്യമന്ത്രിമാരോട് ചോദിച്ചില്ല എങ്കിൽ കേരളം മറ്റുള്ളവർക്ക് മാതൃകയാകുമ്പോൾ കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. BBC എന്ന് പറയുന്ന ചാനലിൽ കയറിയിട്ട് ശൈലജ ടീച്ചർ വളരെ വ്യക്തമായി തന്നെ അവതാരകയോട് കേരളത്തിൽ നടന്ന മാറ്റങ്ങളെ കുറിച്ച് വെറും 5 മിനിറ്റിൽ വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ശരി. തള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല, മറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ഇവിടെ നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പുതിയ രീതികളെ തന്നെ 5 മിനിറ്റിനകത്ത് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. മറിച്ച് ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ, ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞ് മോദിയും കൂട്ടരും വലിയ രീതിയിൽ പ്രചരണം അഴിച്ചു വിടുമ്പോൾ അവരെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ ഒരു റിപ്പോർട്ട് വന്നതാണ്. ഏകദേശം 900ഓളം വരുന്ന വെന്റിലേറ്ററുകൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിർമ്മിച്ചു നൽകിയെന്ന് ഗുജറാത്തിലെ സർക്കാർ കൊറോണ കാലത്ത് അവകാശപ്പെട്ടു. പക്ഷേ ആ 900 വെന്റിലേറ്ററുകളും വ്യാജമാണ് എന്ന് ഞങ്ങളുടെ ഈ റിപ്പോർട്ടിന് മുൻപായി വിമിഷ വിനോദ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് തള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല, മറിച്ച് ചെയ്യേണ്ടത് ചെയ്തപ്പോൾ അന്താരാഷ്ട്ര ലോക മാധ്യമ ഭീമന്മാർ നിങ്ങളുടെ കാലിനടിയിലേക്ക് വരുമെന്ന് ഇതാ ഞങ്ങൾ തെളിയിച്ചു കാണിച്ചിരിക്കുകയാണ്. ഇനി സംഘിപ്പാളയത്തിലുള്ള ഭീമന്മാരെ നിങ്ങളൊക്കെ ഭീമന്മാരായത് പ്രവർത്തനങ്ങളെ കൊണ്ടല്ല, മറിച്ച് വർഗീയ പ്രചരണത്തിലൂടെയാണ്. ഞങ്ങൾ ഭീമന്മാരായത്, ഞങ്ങൾ വളർന്നത് പ്രവർത്തനത്തിലൂടെയാണ്. അതിന്റെ ഉദാഹരണം തന്നെയാണ് ടീച്ചർ അമ്മ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.